ഹായ്. അപ്പോൾ ദേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുമ്പിക്കൊന്ന് ശ്വാസം മുട്ട് പോലെ തോന്നിയത് കാരണം രണ്ടാമതൊന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ അഡ്മിറ്റാക്കാൻ പറഞ്ഞു. ആദ്യം നമുക്ക് വാർഡാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് റൂമൊക്കെ കിട്ടിയത്. പിന്നെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജ്യോതിലക്ഷ്മി അവിടെ നേഴ്സായതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ. നമ്മൾ റൂമിലേക്ക് മാറി. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഹോസ്പിറ്റൽ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. രാവിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, തുമ്പീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നു, ശ്വാസം മുട്ട് പോലെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല അഡ്മിറ്റ് ആക്കുമെന്ന്. ഞാൻ അമ്മനെ തുമ്പിനെ എത്തിച്ചുകൊണ്ട് കടയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഓടിപ്പാഞ്ഞ് വന്നതാണ് കേട്ടോ. ഇപ്പൊ തുമ്പിക്ക് 100 ഭേദമായി. ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇത്രയും നേരം ഞങ്ങള് വാർഡിലായിരുന്നു. അപ്പളേ അമ്മ വീഡിയോ എടുക്കണം നോക്കിയേ, ഹലോ എന്ന് പറഞ്ഞേ. ഹലോ, ഹലോ. അപ്പൊ ഇത്രയും നേരം ഞങ്ങള് വാർഡിലായിരുന്നു കേട്ടാ. ഇപ്പോഴാണ് നമുക്ക് റൂം കിട്ടിയത്. കൊച്ചിന് പാലൊക്കെ കൊടുക്കുന്നോണ്ട് വാർഡിൽ ശരിയാവൂല, അതുകൊണ്ടാണ് റൂം എടുത്തത്. അപ്പോ ഇത്രയും നേരം വാർഡിലായതുകൊണ്ട് അവിടെ ഒന്ന് സെറ്റ് ആയതാണ് തുമ്പി. എന്നിട്ട് റൂമിലേക്ക് വന്നപ്പോ പേടിയായി. റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ജീവിതം മാറി പറയുന്നതാണ് ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ ചിരിക്കണേ, ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഞാൻ കടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്താണ് എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടമായി. തുമ്പി നിർത്ത് തുമ്പി. ഇനി സുക്രും സുധിച്ചേട്ടനും കൂടി ഇനി വൈകുന്നേരം വരും കേട്ടോ. അപ്പൊ അമ്മേനുള്ളത്. അമ്മ ഒരു ഹായ് പറഞ്ഞമ്മേ. അപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്നവരിലൊരു 60% പേരും പറയും ഹോസ്പിറ്റലായിട്ട് നമുക്ക് ബ്ലോഗാണല്ലോ. ഇതൊക്കെയാണ് ഗൈസ് എന്റെ സന്തോഷങ്ങൾ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട എന്ത് കാര്യമുണ്ട്. നമ്മൾ സങ്കടത്തിലും സന്തോഷമായിരിക്കണം, മനസ്സിലായോ? ഇനി ഞാൻ ഇതിന് പാല് കൊടുത്തൊന്ന് ഒതുക്കട്ടെ കേട്ടോ. അപ്പൊ ശരി, വഴിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ തുമ്പിക്ക് സ്നഗ്ഗി മേടിക്കാൻ പോവാണ് കേട്ടോ. തുമ്പിമോക്ക് സ്നഗ്ഗിയും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മിനറൽ വാട്ടർ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു കേട്ടോ. എവിടെയൊക്കെ ചെന്ന് പട്ടു. സ്നഗ്ഗിയൊക്കെ മേടിച്ച് റൂമിലോട്ട് എത്തിയപ്പോൾ ശബരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത്. കൂടെ കുരിശ് നേട്ടിട്ടില്ല, അതേപോലെ കഷ്ടകാലം ഇങ്ങനെ ചുറ്റി നടക്കാനായിട്ടാ. കാരണം സുക്രുവിനും പനിയായിട്ടുണ്ട്. തുമ്പിക്ക് ഇന്നലെ ചുമ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഇന്നലെ അവൾക്ക് ചുമയായിരുന്നു. പക്ഷെ ഇന്നലെ ഇവിടെ വന്ന് ഇഞ്ചക്ഷനൊക്കെ കുത്തിയതിന് ശേഷം ചുമക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ തുമ്പിക്ക് നല്ലോണം കുറഞ്ഞതാണ്. പക്ഷെ ഇന്നലെ ഇപ്പൊ ചുമ തുടങ്ങിയിട്ടുണ്ട്. പനിയൊന്നുമില്ല, പക്ഷെ സുക്രുവിന് നല്ലപോലെ പനിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർക്ക് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സമാധാനമുള്ളൊരു സമാധാനം. പോട്ടെ. തുമ്പിക്കെന്ന് പറയണ തുമ്പിക്ക് പാടില്ലാണ്ടല്ല തുമ്പിക്ക് അറിയണ. തുമ്പിക്ക് പുറത്തിറങ്ങി നടക്കണം. തുമ്പിക്ക് ചെരുപ്പൊക്കെ ഇട്ടിരിക്കണുണ്ടോ? തുമ്പി ചെരുപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങി നടക്കാനാണ് ഈ പോണത്. കൈ കാണിച്ചു കൊടുത്തേ തുമ്പി. കണ്ടോ, തുമ്പിയുടെ ഊവാണിത് അല്ലേ? സുക്രുവിന് പാരസെറ്റമോളിന്റെ സിറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കുറഞ്ഞില്ലെങ്കിൽ ഇവിടെ തന്നെ കാണിക്കണം. അതുകൊണ്ട് സുക്രുവിനൊരു ഉഷാറുമില്ല. ബാക്കി വിശേഷങ്ങൾ കാണാം. ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 5000 രൂപ എന്നിട്ടാ അഡ്വാൻസ് അടയ്ക്കാനില്ല. മാറി കിട്ടണ്ടേ, നല്ലോണം നമുക്ക് കുറവുണ്ട്. ഇനിയിപ്പോൾ ടോട്ടൽ ബില്ല് എത്ര വരുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഹലോ. അപ്പോഴത്തേ നമ്മളെ ബില്ലൊക്കെ അടിച്ചു വന്നു. ബില്ലെല്ലാം അഡ്വാൻസ് അടിച്ചു വന്നു. ഇനിയിപ്പോൾ ബാക്കി എത്ര കാശ് വരുമോ ആവും. ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ മുകളിലോട്ട് കേട്ടോ. ഒരു സുഖമില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി. ഇതേ സുക്രമണിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാൽ മതി. സുക്രുവിന് വീട്ടിൽ പോകണം എന്നാണ് ആഗ്രഹം. തുമ്പിക്ക് കുറഞ്ഞിട്ടാ, എന്നാലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയത് കാരണം നാളേക്ക് എന്തായാലും ഡിസ്ചാർജ് ആവുള്ളൂ. ഞാൻ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിസ്ചാർജിൻ്റെ കാര്യം. അപ്പോൾ ഡോക്ടർ വന്നിട്ട് നാളെ എന്തായാലും ചെയ്യുള്ളൂ. ഓരോ മരുന്നിനും ഓരോ കോഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ
അപ്പം ലിഫ്റ്റിലാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയായിട്ട്, ഭയങ്കര പേടിയാണ് ലിഫ്റ്റിൽ കയറും. അങ്ങനെ നമ്മളിതേ റൂമിലോട്ട് പോവാണ് കേട്ടോ. തുമ്പി നല്ല ഉറക്കത്തിലാണ്, അമ്മയില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. 2 ദിവസത്തെയും കൂടെ ഒരുമിച്ചാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഒരു കിറ്റ് തരും മെഡിസിൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നെബിലൈസേഷനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മ വന്നപ്പോൾ ചോറും അച്ചിങ്ങയും കായോളത്തും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൂട്ടി ഉണ്ട് കേട്ടോ. വാഴയിലയിലാണ് കൊണ്ടുവരുന്നത്. അതുകൂട്ടി ഉണ്ട്. പിന്നെ എന്തുട്ടാ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനായിട്ട് വൈകുന്നേരം ഞാൻ എന്ത് ചെയ്തു, ഒരു ചോറും പാത്രമായിട്ട് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോയി അത് കാപ്പി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും സുക്രുവും കൂടിയാണ് കേട്ടോ പോയത്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും സുക്രു നമ്മുടെ കൂടെ ഉണ്ട്. അമ്മ ലിഫ്റ്റിൽ പോയപ്പോൾ ഒന്ന് കുടുങ്ങി, കറണ്ട് പോയത് കാരണേ. അപ്പം അമ്മേനോട് പറഞ്ഞു ഇറങ്ങിപ്പോയാൽ മതി, നീ വെറുതെ ലിഫ്റ്റിൽ പോയി ടെൻഷൻ അടിക്കും, ലിഫ്റ്റിൽ പോയി വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലെന്ന്. അപ്പം എനിക്കും ചെറിയ പേടിയുണ്ട് ലിഫ്റ്റിൽ പോകാനായിട്ട്. അപ്പം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ കേട്ടോ. ലിഫ്റ്റിലൊക്കെ പെട്ടുപോയോ. നമുക്ക് സുക്രു ഉണ്ടായിരുന്നു. സുക്രുവിന് നേരെ പനിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഡ്യൂട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ കോലമൊന്നും കണ്ടാരും ഇതാക്കണ്ടിട്ട് ഞാൻ കുളിച്ചതാണ്. പക്ഷേ പൊട്ടോ ഒന്നും തൊടില്ല. നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ. അങ്ങനെ അപ്പം ഞാൻ ഈ കഞ്ഞി, അമ്മ കൊണ്ടുവന്ന ചോറ് തീർന്നു പോയി. അപ്പോൾ കഞ്ഞി ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ക്യാൻറ്റീനിൽ. അങ്ങനെ അത് ഞാൻ ക്യാൻറ്റീനിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ്ട് രാത്രി ഇതിൽ കൂടെ പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചിരിച്ചൊക്കെ വീഡിയോ എടുക്കണ കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട. കാരണം ഞാൻ വിഷമിച്ചിരിക്കാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വലിയതായിട്ട് വിഷമിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കഞ്ഞിയൊക്കെ മേടിച്ചു, കൂട്ടത്തിൽ കുറച്ച് കറിയൊക്കെ കിട്ടി. കഞ്ഞിയുടെ കൂടെ ക്യാബേജ് വാട്ടിയതുണ്ട്, പിന്നെ മാംഗോ പിക്കിൾസ്, മാങ്ങച്ചാറുണ്ട്, പിന്നെ ഉപ്പും തരും കേട്ടോ. 40 രൂപ. എന്തായാലും നന്നായി കറി ഉണ്ടല്ലോ. പിന്നെന്താ, അങ്ങനെ പോയി 2 പേർക്കും കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനത്തെ നല്ല പൊടിയരി കഞ്ഞിയാണ് കേട്ടോ. 2 പിള്ളേർക്കും എന്തേ അമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളും കഴിച്ച് നേരെ തന്നെ കിടന്നു കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ ഇതേപോലെ പൂ പോലെ ഇട്ടുണ്ട്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.